വരുന്നേ കുറെ കാലമായിട്ട് ആരും കയറാതിരുന്ന വീടാ. ഇനി ഇവിടെ ആളുകൾ വന്നോളൂ. ആശുപത്രിക്കാർ കാശടിക്കാൻ വേണ്ടി വെന്റിലേറ്റർ ഇട്ടിരിക്കാന്നല്ലേ എല്ലാരും കരുതിയിരുന്നത്. എന്നാ നിങ്ങളെയൊക്കെ കണക്കൂട്ടിൽ തെറ്റിച്ചോണ്ടാ പുള്ളി എന്ന് വരുന്നത്. മനസ്സിലായില്ലേ? 4 മാസത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആയി വരികയാണ്. എന്റെ വർത്തമാനം കേട്ടോന്നുമല്ലോ, അല്ലെങ്കിൽ മരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിച്ചെന്നല്ല, അങ്ങനെ ഏതാണ്ട് ഉറപ്പിച്ചു നിങ്ങൾ. നിങ്ങളൊക്കെ ഈ വീട് ഇട്ടാച്ചാണ് പോയി. കഴിഞ്ഞ 4 മാസമായി ഈ വീട് കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഞാൻ മാത്രമാണ്. വീട് ഞാനെന്താ വീടില്ലാത്തയാളാ? അല്ലെങ്കിലും സ്വന്തം വീട് നമുക്കൊരു അവകാശമാണല്ലോ. എടാ അവനും അവളും കൂടെ ഇവിടെ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ താമസിക്കാനൊക്കും? അതുകൊണ്ടല്ലേ അമ്മ പോലും അമ്മയുടെ വീട്ടിൽ പോയി വീട്ടിൽ താമസിക്കുന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങളെക്കാളൊക്കെ ഡീസന്റ് ആ പെൺകൊച്ചാണ്. അതെങ്ങനെ നായ്ക്ക് നല്ല അറിയാം. എന്നൊക്കെ അറിയാൻ പാടില്ലാത്ത എന്റെ കുഴപ്പം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പർക്ക് ബോധം തെളിയുന്നവരെയും സംസാരിക്കുന്നവരെയും പോലീസുകാർക്ക് സംശയം ഉണ്ടായി. ആരെങ്കിലും മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണോ? ജാതി പറഞ്ഞൊക്കെ ആകെ പ്രശ്നമാക്കി വെച്ചിരിക്കല്ലായിരുന്നു. അന്ന് മരുന്നടിച്ചോണ്ട് ആ വണ്ടി എടുത്തോണ്ട് പോയെന്ന് അവർക്ക് അറിയത്തില്ലേ? അത് നമ്മൾ ഡോക്ടർമാരോട് മറച്ചു വെച്ചിരുന്നോ. നിരുപമയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. പിന്നെ അപകടം നടന്നപ്പോ ഓടി വരികയും ചത്തുപോകത്തില്ലെന്ന് ഉറപ്പായപ്പോ നിരാശയോടെ മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ആ സ്നേഹമുള്ള സഹോദരങ്ങൾ കിളവിയാൽ ഇനി അനിയത്തിയുടെ വീട്ടിൽ തന്നെ താമസമാക്കൂ. അമ്മ ഇന്ന് എത്തും. ഈ പുല്ലിനെ അവർക്കും മടുത്തു. ഇതുപോലെ കുഴിച്ചുറുമ്പ് പിടിച്ചവരെ ജന്തുവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നാശമൊന്നും ഉടനെ ചാകുന്ന ലക്ഷണമില്ല. പറഞ്ഞ തീർന്നില്ല. പഠിക്കുവാ അയ്യോ, അങ്ങനെ പറയരുത്. അമ്മ ഈ വീടിന്റെ വിളക്കാണെന്നും 4 മാസമായി അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വീടിന് തെളിച്ചക്കുറവുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇത് എന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് കോമലയം എന്താകും എന്ന് കേട്ടതേ ഉള്ളു. എന്ത് പറഞ്ഞാലും എനിക്കെന്റെ മോനെ ഉപേക്ഷിക്കാൻ നോക്കുവോ? അവനെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോ ഞാൻ എവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്നോ പറയും. ഞാൻ പറയുമ്പോ നീ പൂരിപ്പിക്കണ്ട. അവനെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോ ഞാൻ എവിടെ ഇല്ലെന്ന് വന്നാൽ എന്റെ മോൻ എന്ന് വിചാരിക്കും. പൂരിപ്പിച്ച ശരിയായോ? അടുക്കളയിലോട്ട് പോകാൻ നിന്നോടാ പറഞ്ഞത്. അടുക്കളയിലോട്ട് പോകാൻ ചെക്കൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കും. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എതിരെ കണ്ടെയ്നറോ ടിപ്പറോ ഒന്നും വന്നില്ലായിരുന്നോ? അല്ല, എത്രയോ പാവങ്ങൾ അങ്ങനെ കൊലയുന്നു. അവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ ആരാണോ ഒപ്പം ഉള്ളത്? രാമുണ്ട്. അവൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും മോന്റെ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. അത് എന്റെ ജീവിതത്തിൽ ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതുവരെ ആശുപത്രിയിൽ മെഡിക്കൽ കെയറും നേഴ്സിംഗ് കെയറുമായി കഴിഞ്ഞു. അവിടെ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ആരും നോക്കും? അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇയാൾ എന്താണോ ഈ പറയുന്നത്? ആള് മാത്രം ഇല്ലാത്ത കുടുംബമാണോ നമ്മുടേത്? അപകടം അറിഞ്ഞപ്പോ ആയിരങ്ങൾ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിക്കാര് ജനബാഹുല്യം കൊണ്ട് സന്ദർശകരെ നിയന്ത്രിക്കുകയായിരുന്നു. സന്ദർശനം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അറിയുന്നത്? ഒന്ന് നടക്കാനോ തന്നെ ഒന്ന് നിവർത്തിക്കാനോ ആവാത്ത അവസ്ഥയിൽ കഴിയുന്ന രോഗിക്ക് പൂർണ്ണ സമയ പരിചരണം നൽകാൻ ആരുണ്ട് ഇവിടെ? പരിചരിക്കാൻ നമുക്കൊരു ഹോം നേഴ്സിനെ തരപ്പെടുത്തിയാലോ? അതുകൊള്ളാം. എനിക്ക് ഒരു നേരം അതൊക്കെ വലിയ റിസ്ക് ആണ്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത അവസരങ്ങൾ വിളിച്ച് നിർത്തിയാൽ ആണുങ്ങളെ കയ്യും കലാശം കാണിച്ച് പ്രശ്നമുണ്ടാകും. എന്നെ ഉദ്ദേശിച്ച് അത് പറഞ്ഞതെങ്കിൽ സത്യമായി ഞാൻ ഗ്യാരണ്ടി തരാം. കല്യാണം കഴിച്ച വിലാസിനിയെ നേരെ കയ്യും കലാശവും കാണിച്ചിരുന്നെങ്കിൽ ഇവരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നു. നിന്നെയല്ലടാ അതിനെ കാണാൻ വരുന്ന ആളുകളില്ല. പിന്നെ അല്ലാതെ മോഷണം ആൾക്കാരെ തട്ടിക്കളയാൻ പോലും അത്രയും മടിക്കില്ല. പിന്നെ നമ്മൾ അവരെ നോക്കേണ്ട ആളുകൾ എന്തിന്? അതുകൊണ്ട് ഹോം നേഴ്സിന്റെ പ്രശ്നം ആലോചിക്കേണ്ട. നമ്മുടെ കുടുംബത്തിന് പിന്നെ ചീത്തപ്പേരുണ്ടാവും. ഇത്രയും ബുദ്ധിയും വിവേകമുള്ള ഒരാളിന്റെ മുഖത്ത് നോക്കിയാ നിരുപമ കൊളുന്താനേന്ന് വിളിച്ചത്. അപകടം നടന്ന 5-ാം ദിവസം ഈ ഉമ്മറത്ത് വെച്ച് അമ്മച്ചയാണ് കൊളുന്താനെന്ന് വിളിച്ചത്. ഞാൻ ഡീസന്റ് ആയോട് ആരോടും പറഞ്ഞില്ല. എന്റെ മോൻ അങ്ങനെ വിളിക്കില്ല. അവളെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി നടത്തുമല്ലോ പഠിപ്പിക്കാൻ. നിങ്ങളുടെ മോളാണോ അങ്ങനെ വിളിക്കുക?
രൂപയെ അമ്മയ്ക്ക് നോക്കാനുണ്ട്. അമ്മയുടെ മുട്ടിന് മുറിഞ്ഞു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അല്ല അത് ഈർക്കോളുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ടി അഹങ്കാരം. അതുകൊണ്ട് അത് കാണാം. എനിക്ക് നോക്കാനുണ്ട്. അല്ലെ അടുക്കള പണി ശരിയാണെങ്കിൽ ഞാൻ പറ്റി കൊല്ലം. രസം വെക്കുന്നത് പോലെ സാമ്പാർ വെക്കുന്നത് പോലെ ഒന്നുമല്ല ഒരു രോഗിയെ നോക്കുന്നത്. ഉപ്പ് നോക്കാനും തൊട്ട് നക്കാനും വളരെ എളുപ്പമാണല്ലോ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ആലോചിക്കേണ്ട കാര്യമായതൊക്കെ പയ്യതുപോലല്ല. ഒരുമാതിരിപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ ഇവിടെ വരാൻ അറപ്പാണ്. അതെന്താ ഇവിടെ ആരാണ്ട് മാറായോഗം പിടിച്ച് കിടക്കുക. ഒരു മകനുണ്ടല്ലോ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു മാനക്കേടിനെ വിവാഹം കഴിച്ചിവിടെ താമസിച്ചിരിക്കല്ലേ. അവൻ നോക്കൂ, ഇവനൊക്കെ എന്ത് കടപ്പാടാ. തിരിച്ചറിവായ കാലം മുതൽ ബോധ്യപ്പെടുത്തിയ ഒരു സത്യത്തെ അംഗീകരിക്കാതെ ഈ കുടുംബത്തിന്റെ മാനം തകർത്തവന് അച്ഛനോടല്ല ഈശ്വരനോട് പറയും കടപ്പാട് കാണില്ല. ബന്ധുക്കൾ ആരെങ്കിലും ആയാ നന്ന്. അവർക്കാവുമ്പോ നമ്മുടെ അവസ്ഥ ഈ വീടിന്റെ പാരമ്പര്യം ഒക്കെ അറിയാൻ കഴിയും. അത്രയ്ക്ക് ഗതികെട്ട ബന്ധുക്കാരാണ്. പഴയ നാടിയിലെ ഗൗരി പട്ടാളത്തില. അവള് വീട്ടിലൊറ്റയ്ക്കും. ഭർത്താവ് ഗോവിന്ദൻ കാഴ്ചയ്ക്ക് പോന്നെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ശങ്കരൻ നമ്പിയെ നോക്കാനാണെന്ന് പറഞ്ഞ് അവള് വരും. എനിക്ക് ഉറപ്പാണ്. പറഞ്ഞു വരുമ്പോ അവള് ശങ്കരൻ ഒരു സഹോദരിയായിട്ട് വരും. അപ്പൊ എനിക്ക് മോറെ നമ്മൾ ഇതിലുണ്ട്. ഇയാളൊന്ന് വിളിച്ച് സംസാരിക്കുക. നകുലം വന്നേ തമ്പിയുടെ മുറിയൊക്കെ ഒന്ന് ഒരുക്കിയിടണം. അതെന്താ തപ്പഴിന്റെ ആദ്യ യാത്രയാണ്. ഹലോ ഗൗരിയല്ലേ? ഇത് ഞാനാ കോമളൻ. അതെ അതെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ഞാൻ വിളിച്ചതേ എന്റെ അമ്മായി അമ്മ ഒരു സർവന്റിനെ അന്വേഷിക്കുന്നു വീട്ടിലേക്ക്. നവലനുണ്ട്, അയാൾ അടുക്കളല്ലേ തമ്പിയെ നോക്കാനാ. അങ്ങയുടെ വനമൂത്ര കുസൃതികളൊക്കെ എടുക്കാൻ ഒഴിവ് നോക്കിയപ്പോ നിങ്ങൾ ഏതാണ്ടോ ഗൗരിയോട് ഗതിയില്ലാ നിൽക്കുക, എന്തെങ്കിലും ചില്ലറ കൊടുത്താ വരുമെന്നു ധരിക്കാൻ പുതിയ മരുമോളും ഉണ്ടാവും. എനിക്കത് കേട്ടാ മതി. വിളിക്കുമ്പോ 10 പറഞ്ഞേക്കണം. ഞങ്ങളുടെ മാനക്കേടിന് ദൈവം തമ്പിക്ക് നൽകിയ ശിക്ഷയാണ്. ശുദ്ധികലസം നടത്തിയ അച്ഛൻ തറവാടിന്റെ പെരുമ നാട്ടുകാരെ അറിയിച്ചപ്പോ മകൻ ചൂരിമുട്ടി ഞങ്ങളെ മുഖത്തടിച്ചു. വിടില്ല കോമളൻ, പരമാവധി കളിപ്പിക്കും ഞാൻ. എന്റെ മകളുടെ കണ്ണുനീരിന് പകരം ചോദിക്കും ഞാൻ. അവരെ കണ്ടില്ലല്ലോ കോമള. മരുന്ന് വാങ്ങിയും ബില്ല് സെറ്റിലേക്ക് വേണ്ടേ അമ്മേ, അതായിരിക്കും താമസിക്കുന്നത്. എന്താ ഗൗരിയ അമ്മ സംസാരിക്കും. ഹലോ, ഞാനാണ്. വേറെ ആരെയെങ്കിലും അന്വേഷിക്കണം. അതെന്ത് പറഞ്ഞു? എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളാ. ഇങ്ങനെയുള്ള അപകട ഘട്ടത്തില ആളൊരുത്തൻ ഭാര്യയുടെ വില അറിയുന്നത്. പുത്തേഴത്തെ സരസ്വതി ആയാലോ? പണ്ട് ശങ്കരന് കല്യാണം ആലോചിച്ചതുമാ. സാമ്പത്തികം കുറവായതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചെന്നേ ഉള്ളൂ. ഒന്നുകൂട്ടി വെച്ച സമ്പാദ്യം എല്ലാം കൊണ്ട് ആശുപത്രി കൊടുത്തന്നെ. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അനുഭവപ്പെടുന്ന കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് അഭിപ്രായം പറയാം. സരസ്വതി ഒറ്റയ്ക്കാണ്. അവളോടൊന്ന് ചോദിച്ചാലോ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒത്തനെ പിടിച്ച് വീണ്ടും പെണ്ണ് കെട്ടിക്കാൻ അല്ലേ? എന്നൊക്കെ കെട്ടിക്കാനല്ലടാ പോത്തെ. പരിചരിക്കാൻ പഴയ ഒരു താല്പര്യം ഉള്ളിലുള്ളത് കൊണ്ട് അവള് സമ്മതിക്കാതിരിക്കില്ല. 2-3 തവണ അവനെ കാണാൻ ആശുപത്രി വന്നിരുന്നു. ശരിയാ, വന്നപ്പോഴൊക്കെ ഞാനും നിരുമലും കൂടെ വീട്ടിൽ കൊണ്ട് വിട്ടത്. കഷ്ടം. വിട്ട് നല്ല തമ്പി വരുമ്പോ എന്താ കഴിക്കാൻ കൊടുക്കുക? എന്താ കൊടുക്കേണ്ടത് അമ്മ പറഞ്ഞാ മതി. കുറച്ച് ദിവസത്തേക്ക് കട്ടി ആഹാരം ഒന്നും കൊടുക്കണ്ട. അയ്യോ, അതിന് ഈട്ടിത്തടി ഇട്ട് വിടാനും ചാപ്പാട് ഉണ്ടാക്കുന്നില്ല. എന്റെ അലമാരിയിൽ ഓട്സ് ഇരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരുന്നോ. പറയുക, എടുത്ത് വരാം. ഈ തള വന്നാ പിന്നെ ഇവരെ വാലെ തോന്നിയാ നടക്കും. ഇവരെന്റെ പോകെ കണ്ടയാണെന്ന് തോന്നുന്നത്. സരസ്വതി. ഹലോ സരസ്വതി, കല്യാണാലോചിക്ക് വിളിച്ചതാ. ഞാനാണ് കോമളൻ. നിരുമയുടെ ഹസ്ബൻഡ്.
ഇയാളുടെ മനുഷ്യാപത്തിന്റെ വിലയേറിയ എന്റെ അളിയ ശങ്കരൻ തമ്പിയെ എന്നൊക്കെ പറയാം. എന്നാലും സത്യമൊന്നുമില്ല. തന്നെയുടെ ജീവിതത്തിൽ പറ്റിയതിനേക്കാൾ വലുതാ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്ത് ചെയ്യാം, വിധി. ഇപ്പൊ ഒരു വേക്കൻസി ഒത്തു വന്നിട്ടുണ്ടോ തനിക്ക് ശങ്കരൻ തമ്പിയെ പരിചരിക്കാൻ? ഐഡിയ അമ്മയുടേതാ. അമ്മ വരുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. സംസാരിക്കാം. ഹലോ, ഞാനാരി അമ്മായി. എന്റെ മോനെ ഞാൻ നോക്കും, എനിക്കാവുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അമ്മയുടെ കാര്യത്തിൽ ഞാൻ നിയമവും വ്യക്തമായി തീരുമാനമെടുത്തിരിക്കുക. എന്തിനാ ആദ്യകാലത്ത് നോക്കി കൊടുക്കാനോ? നീ ഒന്നും മിണ്ടാതെ. അല്ല, അതായിപ്പോ ഒരു രീതി. അമ്മയെ ഞങ്ങൾ ജർമ്മനിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പണ്ടാരനെ കൊണ്ടുപോയി ഹിറ്റ്ലർക്ക് കെട്ടിച്ചു കൊടുക്കായിരുന്നു. ജീവിതത്തിന്റെ സകല നിമിഷങ്ങളിലും ഇങ്ങനെ വിടുവോ പറയുന്നതൊക്കെ എങ്ങനെ കഴിയുന്നതാണ്? കല്യാണം കഴിഞ്ഞ് ഭാര്യ കണ്ടവന്റെ കൂടെ പോയാൽ പിന്നെ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കാൻ വിട്ടിയും വിടുവായാലും ആകും. ജീവിതമാ മനുഷ്യനെ സംസാരിപ്പിക്കുന്നത്. കേട്ടോ മുൻകരുതൽ.